السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 34-ാമത്തെ ആയത്തിന്റെ 3-ാമത്തെ ക്ലാസ് ആണ് ഇന്ന് ഇൻഷാ അല്ലാഹ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ ആദം നബി അലൈഹിസ്സലാമിന് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ മലക്കുകൾ സുജൂദ് ചെയ്യുകയും ഇബ്ലീസ് ആ കാര്യം വിസമ്മതിക്കുകയും ചെയ്തു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗം കേന്ദ്രീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുവിനെന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ പിന്നീട് ഉണ്ടായത് എന്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ ശേഷം പറയുന്നത് ഫസജദു ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. എന്നിട്ട് അവർ സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അവൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ അവിശ്വാസികളിൽപ്പെട്ടവനാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതായത് അള്ളാഹുവിന്റെ സുജൂദ് ചെയ്യാനുള്ള കൽപ്പന അത് കേട്ട നിമിഷം തന്നെ മലക്കുകൾ ആദം നബി അലൈഹിസ്സലാമക്ക് സുജൂദ് ചെയ്തു. ആ സുജൂദ് ചെയ്ത മലക്കുകൾ അവർ ഭൂമിയിൽ ഉണ്ടായിരുന്ന മലക്കുകൾ മാത്രമാണ് എന്ന ഒരു ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ തെളിവുകളുടെ പിൻബലമില്ലാത്ത ഒരു അഭിപ്രായമാണ് അത് എന്നാണ് പണ്ഡിതന്മാരുടെ പ്രബലമായ അഭിപ്രായം. സുജൂദ് ചെയ്യാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയിൽ മുഴുവൻ മലക്കുകളും ആദം അലൈഹിസ്സലാമിയുടെ മുന്നിൽ സുജൂദ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പ്രബലമായ വ്യാഖ്യാനം വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ മുഴുവൻ നടപ്പിലാക്കാൻ ശീലിച്ച മലക്കുകൾ അള്ളാഹുവിന്റെ ഈ കൽപ്പന കേൾക്കേണ്ട താമസം തന്നെ അദ്ദേഹത്തിന് മുന്നിൽ സുജൂദ് ചെയ്യുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇബ്ലീസ് മാത്രം അള്ളാഹുവിന്റെ ഈ കൽപ്പനയിൽ വിസമ്മതം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫസജദു ഇല്ലാ ഇബ്ലീസ അബാ. എന്നിട്ട് അവർ ആ മലക്കുകൾ സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ അവൻ വിസമ്മതം പ്രകടിപ്പിച്ചു എന്നാണ് അള്ളാഹു പറയുന്നത്. ഇവിടെ സ്വാഭാവികമായും ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അള്ളാഹു സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത് അത് മലക്കുകളോടാണ്. എന്നാൽ അവിടെ അള്ളാഹുവിന്റെ ആ കൽപ്പനയെ സ്വീകരിക്കാൻ ഇബ്ലീസ് വിസമ്മതിച്ചു എന്ന് പറയുമ്പോൾ ഇബ്ലീസ് മലക്കുകളിൽപ്പെട്ടവനായിരുന്നോ എന്നതാണ് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയം. തീർച്ചയായും ഇബ്ലീസ് മലക്കുകളിൽപ്പെട്ടവനല്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ ഇതേ ചരിത്രം പറയുന്ന മറ്റൊരു സ്ഥലത്ത് അക്കാര്യം എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ അൽ ഖാഫിലെ 50-ാമത്തെ ആയത്തിൽ കാണാം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ കാന മിനൽ ജിന്നി. നാം മലക്കുകളോട് നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞ സന്ദർഭം അവർ സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അവൻ ജിന്നുകളിൽപ്പെട്ടവനായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇബ്ലീസ് അവൻ ജിന്നുകളിൽപ്പെട്ടവനാണ് എന്ന് യാതൊരു സംശയത്തിനും പഴുതില്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. മാത്രമല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളിൽ നിന്നും അതുപോലെ തന്നെ ഇമാം ഖത്താദ റഹിമഹുല്ലാ, ഇമാം മുജാഹിദ് റഹിമഹുല്ലാ, ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാ തുടങ്ങിയ താബഈ പണ്ഡിതന്മാരും ഇബ്ലീസിനെ കുറിച്ച് പറഞ്ഞത് അവൻ വിശ്വാസികളും അവിശ്വാസികളുമായ എല്ലാ ജിന്നുകളുടെയും ആദ്യ പിതാവാണ് എന്നാണ്. ആദം നബി അലൈഹിസ്സലാമിയെ മനുഷ്യവർഗത്തിന്റെ പിതാവായതുപോലെ തന്നെ ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യുകയാണ്. എങ്ങനെ ആദം നബി അലൈഹിസ്സലാം മനുഷ്യവർഗത്തിന്റെ പിതാവായതുപോലെ ഇബ്ലീസ് ജിന്നുകളുടെ ആദ്യ പിതാവാണ് എന്നാണ് പണ്ഡിതന്മാർ സഹോദരങ്ങളെ സൂചിപ്പിക്കുന്നത്. ഒരിക്കലും തന്നെ മലക്കുകളിൽപ്പെട്ട ഒരു സൃഷ്ടിയല്ല ഇബ്ലീസ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിക്കാതെ അത് കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു പ്രകൃതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, ഇബ്ലീസ് അങ്ങനെയാണോ? അല്ല എന്ന് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഈ ആയത്തും പഠിപ്പിക്കുന്നത് അതാണ്. ഇബ്ലീസിന് ശരിയും തെറ്റും തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സുജൂദ് ചെയ്യാനുള്ള കൽപ്പന വന്നപ്പോൾ ഇബ്ലീസ് അക്കാര്യം അവിടെ വിസമ്മതിച്ചത്. അബാ വസ്തക്ബറ എന്നാണ് ഇബ്ലീസിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്.
അവൻ വിസമ്മതിക്കുകയും കിബിർ കാണിക്കുകയും ചെയ്തു എന്നാണ്, അഹങ്കാരം കാണിച്ചു എന്നാണ്. വിനയത്തിന്റെ ഒരംശമില്ലാത്ത, അഹങ്കാരത്തിന്റെ കുറുകെ ജീവിക്കുന്ന ദുഷ്ടനായി ഇബ്ലീസ് മാറുകയായിരുന്നു സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ കൽപ്പനയോട് ധിക്കാരം കാണിക്കാൻ മാത്രം അഹങ്കാരം കൊണ്ട് അന്ധത ബാധിച്ചവനായി ഇബ്ലീസ് മാറുകയായിരുന്നു. എന്തുകൊണ്ട് ഇബ്ലീസിന് ഈ രൂപത്തിലുള്ള ഒരു ധിക്കാരം അല്ലെങ്കിൽ ഒരു അന്ധത അത് സ്വഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടത്? അക്കാര്യം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സ്വാദിലെ 75, 76 ആയത്തുകളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവിടെ നമുക്ക് കാണാം, അല്ലാഹു ഇബ്ലീസിനോട് ചോദിക്കുകയാണ്, ഖാല യാ ഇബ്ലീസു മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദയ്യ. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഇബ്ലീസേ, എന്റെ കൈകൊണ്ട് ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയതിനെ നീ സുജൂദ് ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ നീ പ്രണമിക്കുന്നതിന് നിനക്കെന്ത് തടസ്സമാണ് ഉണ്ടായത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അസ്തക്ബർത അം കുൻത മിനൽ ഗാലിൻ. നീ അഹങ്കരിച്ചിരിക്കുകയാണോ, അതല്ല നീ പൊങ്ങച്ചക്കാരുടെ കൂട്ടത്തിൽ പെട്ടിരിക്കുകയാണോ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ഖാല അനാ ഖൈറും മിൻഹു. അപ്പോൾ അവനാ ഇബ്ലീസ് പറയുകയാണ് അവിടെ, ഞാൻ അവനേക്കാൾ, അതായത് മനുഷ്യനേക്കാൾ ഉത്തമനാകുന്നു. ഖലഖ്തനീ മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. എന്നെ നീ തീയിൽ നിന്ന് സൃഷ്ടിച്ചു, അവനെ നീ കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ചു എന്ന ഇവിടെ ഇബ്ലീസ് മറുപടി കൊടുക്കുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവോടാണ് ഇബ്ലീസ് തർക്കിക്കുന്നത്. തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ഇവന് സുജൂദ് ചെയ്യുക എന്നാണ് ഇബ്ലീസിന്റെ ന്യായം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് വ്യക്തമായ അഹംഭാവമാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ കിബ്ർ. ഒരു കടുകുമണിയോളം അഹംഭാവം ഹൃദയത്തിലുള്ളവന് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഈ ആയത്തുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുകയാണ്. ഇബ്ലീസ് അവന്റെ അഹംഭാവം പുറത്തെടുക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ സ്ഥാനവും പദവിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നല്ല അടിമയായിരുന്നു. അതുകൊണ്ടാണ് മലക്കുകളോടൊപ്പമൊക്കെ അവരിൽ ഒരാളെപ്പോലെ ഇബ്ലീസിന് കഴിഞ്ഞുകൂടുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. ഇബ്ലീസ് ഈ വഴികേടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവന്റെ സഹവാസം മലക്കുകളോടൊപ്പമായിരുന്നു എന്നും ഒരു നല്ല ഭക്തനും മലക്കുകൾക്കിടയിലെ വലിയ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു എന്നൊക്കെ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹിമഹുല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എടുത്തു പറയുന്ന ഒരു വിഷയമാണ്. ഈ ഒരു വലിയ പദവിയെക്കുറിച്ചുള്ള ചിന്തയാണ് ഇബ്ലീസിനെ ഒരു വലിയ അഹങ്കാരിയായി മാറ്റിയത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, ആദം അലൈഹിസ്സലാമയുടെ സൃഷ്ടിപ്പ് ആരംഭിച്ചത് മുതൽ തുടങ്ങിയതാണ് ഈ രൂപത്തിലുള്ള ഇബ്ലീസിന്റെ അഹംഭാവത്തോടെയുള്ള ഒരു സമീപനമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇമാം മുസ്ലിമും ഇമാം അഹ്മദും ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അള്ളാഹു ആദമിനെ സ്വർഗത്തിൽ രൂപപ്പെടുത്തിയ ശേഷം അള്ളാഹു അദ്ദേഹത്തെ അവിടെ ഉപേക്ഷിക്കാൻ ഉദ്ദേശിച്ച അത്രയും അദ്ദേഹത്തെ വിട്ടു. അപ്പോൾ ഇബ്ലീസിന് ആദമിനെ എന്താണ് അവനെന്ന് നോക്കിക്കൊണ്ട് അദ്ദേഹത്തെ, അതായത് അള്ളാഹു രൂപപ്പെടുത്തിയ ആ സൃഷ്ടിയെ വലയം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ ഉള്ള് പൊള്ളയായതായി കണ്ടപ്പോൾ അദ്ദേഹം നിയന്ത്രിക്കാൻ വയ്യാത്ത ഒരു സൃഷ്ടിയാണെന്ന് ഇബ്ലീസ് മനസ്സിലാക്കി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ, ഇമാം മുസ്ലിമും അതുപോലെ തന്നെ ഇമാം അഹ്മദും ഒക്കെ രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്കിത് കാണാൻ കഴിയും. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സൃഷ്ടിയായ ആദം അലൈഹിസ്സലാമിയെ മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയ ശേഷം അള്ളാഹു അദ്ദേഹത്തിന് ആത്മാവ് നൽകുന്നതിന് മുമ്പ് ഇബ്ലീസ് അസ്വസ്ഥനാവുകയാണ്. എന്നിട്ടാണ് ആ രൂപപ്പെടുത്തിയ ആ സൃഷ്ടിയുടെ ചുറ്റും നടന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഈ പുതിയ സൃഷ്ടിയെ ഇബ്ലീസ് നിരീക്ഷിക്കുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ല തന്റെ ചരിത്ര ഗ്രന്ഥമായ അൽ ബിദായ വൻ നിഹായയിൽ പറയുകയാണ്, അള്ളാഹു ആദം അലൈഹിസ്സലാമിയെ രൂപപ്പെടുത്തിയ ശേഷം മണ്ണുകൊണ്ടുള്ള ഒരു ശരീരം മാത്രമായി 40 വർഷം അദ്ദേഹത്തെ അവിടെ വിട്ടുകളയുകയാണ്. അങ്ങനെ മലക്കുകൾ ആ വഴി സഞ്ചരിച്ചപ്പോൾ അള്ളാഹുവിന്റെ പുതിയ സൃഷ്ടിയെ കണ്ടിട്ട് ഒരു തരം ഭയപ്പാട് പ്രകടിപ്പിക്കുകയാണ് മലക്കുകൾ. ഈ ഭയം കൂടുതലും പ്രകടിപ്പിച്ചത് അത് ഇബ്ലീസ് ആയിരുന്നു എന്നാണ് സഹോദരങ്ങളെ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത്. പിന്നീട് ഇബ്ലീസ് അവിടെ എപ്പോഴും പോവുകയും ആ സൃഷ്ടിയെ വലയം ചെയ്യുകയും എന്നിട്ട് ചെറിയ രൂപത്തിലൊക്കെ ഒന്ന് തട്ടി നോക്കും.
അപ്പോഴൊക്കെ കലത്തിന്മേൽ മുട്ടിയാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ശബ്ദമുണ്ടാകും. ശേഷം ഇബ്ലീസ് ആ സൃഷ്ടിയുടെ വായയിലൂടെ പ്രവേശിച്ച് എന്നിട്ട് കീഴ്ദ്വാരത്തിലൂടെ പുറത്തു വന്നുകൊണ്ട് മലക്കുകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല, നിങ്ങളുടെ റബ്ബ് അവൻ സമതാണ്, പരിപൂർണനാണ് എന്നൊക്കെ ഇബ്ലീസ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്കിടയിൽ അന്ന് വലിയ പാണ്ഡിത്യമുള്ള ആളാണ് ഇബ്ലീസ്. അതുകൊണ്ട് ഇബ്ലീസ് ആ പാണ്ഡിത്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മലക്കുകളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ പുതിയ സൃഷ്ടി അത് ഉള്ളു പൊള്ളയായ ഒരു സൃഷ്ടിയാണ് എന്ന് ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുകയാണ് മലക്കുകൾക്ക്. അതിനുശേഷമാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമയിൽ ആത്മാവ് സന്നിവേശിപ്പിക്കുന്നതും അദ്ദേഹത്തിന് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോടും ഇബ്ലീസിനോടും അള്ളാഹു ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇബ്ലീസിന് അന്നേരമുണ്ടായ ഒരു അഹങ്കാരം അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അവസ്ഥയിലേക്ക് ആ ധിക്കാരിയെ എത്തിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇമാം ഖുർത്തുബി റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾ ബാഹ്യദൃഷ്ടിയിൽ എത്ര ഉന്നതമായ പദവിയിൽ എത്തിച്ചേർന്ന് കണ്ടാലും ആ വ്യക്തിയുടെ യഥാർത്ഥ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്ന് അതുകൊണ്ട് തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരിക സഹോദരങ്ങളെ. അതുകൊണ്ടാണ് വലിയ പദവിയും അറിവും ഒക്കെ ഉണ്ടായിരുന്ന, ബാഹ്യദൃഷ്ടിയിൽ വലിയ ഭക്തനായിരുന്ന ഇബ്ലീസിനെ കുറിച്ച് ഈ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വകാന മിനൽ കാഫിരീൻ, അവൻ അവിശ്വാസികളിൽപ്പെട്ടവനായിരുന്നു എന്നാണ് അല്ലാഹു ഇബ്ലീസിനെ കുറിച്ച് പറഞ്ഞത്. അതായത് ഇബ്ലീസ് ബാഹ്യത്തിൽ നല്ലവനായിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അവന്റെ പര്യവസാനം അവിശ്വാസിയായിട്ടായിരിക്കുമെന്ന് അള്ളാഹുവിന് കൃത്യമായി അറിയാമായിരുന്നുവെന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ സഹോദരങ്ങളെ ഈ ഭാഗത്തിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. ഇതോടെ സൂറത്തുൽ ബഖറയുടെ 34-ാമത്തെ ആയത്തിന്റെ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.